തൃശൂർ. ശ്രീ ലിൻഡോ NT തൃശൂർ. ഇതിനുശേഷം ശ്രീ നിത്യാദാസ് VS, അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ്. ലിൻഡോ സർ, മൈക്ക് ഓഫ് ആണ്, മൈക്ക് ഓൺ ആക്കി സംസാരിക്കാവുന്നതാണ്. കേൾക്കുന്നുണ്ടോ സർ? സർ കേൾക്കാം, സംസാരിച്ചോളൂ സർ. താങ്ക് യു. ലിൻഡോ സർ കേൾക്കാം, സംസാരിച്ചോളൂ. ഓക്കെ. ഞാൻ 10 കിലോവാട്ട് പ്രോജക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ KCB റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശയുടെ ഈ ഡ്രാഫ്റ്റ് പൂർണ്ണമായും തള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഹിയറിംഗിൽ പങ്കെടുക്കുന്ന KCB ജീവനക്കാരൊഴികെ പൊതുജനങ്ങളിലെ 98% പേരും ഈ ഡ്രാഫ്റ്റിനെ അനുകൂലിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുജന അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സോളാർ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കാനുമാണ് റെഗുലേറ്ററി കമ്മീഷനിൽ നിക്ഷിപ്തമായ ചുമതല. സോളാറിനെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലും ഒരു തിരുത്തൽ ശക്തിയായി റെഗുലേറ്ററി കമ്മീഷൻ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ദൈവിക നിയോഗമാക്കി കണ്ട് ഈ പദവിയെ ജോസാറും കൂടെയുള്ള മെമ്പേഴ്സും കാണണം. കാരണം ഒരു യൂണിറ്റ് വൈദ്യുതി സോളാർ വഴി ഉപയോഗിക്കുമ്പോൾ 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഒരു സോളാർ പ്രൊജക്ട് ചെയ്ത് വൃക്ഷം നടുന്നതിന് തുല്യമാണ്. അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു വലിയൊരു പുണ്യമാണ്. നമുക്ക് ഡൽഹിയിലത്തെ അവസ്ഥ നമുക്കറിയാം. കുട്ടികൾക്ക് അനന്തമായിട്ട് അവധി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ അവരൊക്കെ ഫണ്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡൽഹി സർക്കാർ സോളാറിന് അഡീഷണൽ സബ്സിഡി കൊടുത്തിരിക്കുന്നത്. ഡൽഹി കഴിഞ്ഞാൽ പൊല്യൂഷൻ ഭീകരമായിട്ടുള്ളത് ചെന്നൈ ആണ്. 3-ാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമുക്കിത് കഴിഞ്ഞ ദിവസം 11-ാം തീയതി വെള്ളിയാഴ്ച വന്ന മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ട്, ചുട്ടുപൊള്ളി യൂറോപ്പ് 10 ദിവസത്തിനുള്ളിൽ മരിച്ചത് 2300 പേരാണ്. കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തിൽ നമുക്ക് അഡീഷണൽ സബ്സിഡി ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിലവിലുള്ള പ്രോത്സാഹനങ്ങൾ ദയവ് ചെയ്ത് നിർത്തലാക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭൂമിയെ നശിപ്പിക്കാനല്ല, അനുഗ്രഹമായി സൂക്ഷിച്ച് സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നാണ് നമ്മുടെ കർത്തവ്യം. സോളാർ പ്രോത്സാഹിപ്പിക്കാൻ KCB പറയുന്ന പ്രശ്നങ്ങളെ, ആ പ്രതിസന്ധികളെല്ലാം ഒരു അവസരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കേരളം വൈദ്യുതിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടില്ല. 70% പുറമേ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ സോളാറിന് വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൽ സോളാറിന് വളരെയധികം സാധ്യതയുണ്ട്. KCBക്ക് മുടക്കുമുതൽ ആവശ്യമില്ലാണ്ട് തന്നെ സോളാർ ചെയ്യാൻ ആളുകൾ റെഡിയാണ്. ഒപ്പം തന്നെ ഓരോ ട്രാൻസ്ഫോമറിൽ കേന്ദ്രീകരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ബാറ്ററി ബാങ്കിങ് സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതിനും KCBക്ക് ഒരു ചെലവുമില്ല. പൊതുജന പങ്കാളിത്തത്തോടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. രാത്രി സമയത്ത് ഒരു യൂണിറ്റിന് ഇപ്പൊ നിലവിൽ 12 രൂപയ്ക്ക് വാങ്ങുന്നതെന്നാണ് KCB നമ്മളോട് പറയുന്നത്, കറണ്ട് വാങ്ങിക്കുന്നത്. അതിപ്പോ നിലവിൽ ബാറ്ററി ബാങ്കിങ് സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 8 രൂപയോ 10 രൂപയോ കൊടുത്താൽ പോലും KCBക്ക് ഒരു യൂണിറ്റിന് 2 രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ലാഭമാണ്. ഒരു മാസം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ബാറ്ററി ബാങ്കിങ് സിസ്റ്റം നമുക്കൊരു KCBക്ക് ഒരു ചെലവും ഇല്ലാതെ തന്നെ 2 കോടി രൂപ മാസം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്ന ഇനത്തിൽ കോടിക്കണക്കിന് രൂപ KCB മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപമായി മാറും. ഒപ്പം തന്നെ നമ്മുടെ നാട്ടില് വൈദ്യുതിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വലിയൊരു നിക്ഷേപം നമുക്ക് വരികയാണ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ പലർക്കും ഉണ്ട്. എന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ നമ്മളൊരു ശുപാർശ KCBയിൽ നിന്ന് കിട്ടിയപ്പോൾ അത് സോളാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എങ്ങനെ വൈദ്യുതി മേഖലയിൽ സ്വയം പര്യാപ്തത നേടി KCBക്ക് ലാഭമുണ്ടാക്കി മാറ്റാം എന്നുള്ള ചർച്ചകളാണ് ഹിയറിംഗ് കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നത്. ഈ മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ട്. ഈ മേഖലയിൽ പ്രൊഫഷണൽസ് ഉണ്ട്. അവരെ നമുക്ക് 20 അംഗ കമ്മിറ്റി ഫോം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ ഹിയറിങ്ങുകളും ഇതിനുള്ള മാർഗങ്ങളെല്ലാം സൊല്യൂഷൻസ് എല്ലാം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയും സമയം വൈകിട്ടില്ല. നമുക്ക് ഇങ്ങനൊരു പ്രതിസന്ധി, ഏതൊരു പ്രതിസന്ധികളാണ് നമ്മള് അവസരങ്ങൾ കിട്ടുന്നത്. ആ പ്രതിസന്ധികളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. അല്ല എങ്കിൽ പുതുതലമുറ നമുക്ക് ഇപ്പൊ നമ്മൾ മാറും. ഇപ്പോ റെഗുലേറ്ററി കമ്മീഷൻ ജോസാറും ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മാറും. അതുപോലെ KCBയിലും പുതിയ ആളുകളെല്ലാം വരും. അവരൊക്കെ നമ്മളെ പഴിക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത്. കാരണം ഇത്രയും നാളും റെഗുലേറ്ററി കമ്മീഷൻ KCB ഒക്കെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടാനായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യമാണ് വരിക. അപ്പൊ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഈ ഡ്രാഫ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് സോളാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
വൈദ്യുതി മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള മാർഗങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും പുതിയ ഹിയറിംഗും എല്ലാം നമ്മൾ നടത്തണം. അതിനുള്ള പ്ലാനുകളാണ് നമ്മൾ സമയം കഴിയുന്നു. പ്ലീസ് കൺക്ലൂഡ്. അതിനുള്ള പ്ലാനുകളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനുള്ള ചർച്ചകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ സോളാറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് തീർച്ചയായും റെഗുലേറ്ററി കമ്മീഷൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്ക് യു.